മനുഷ്യന്റെ എല്ലാം ഒരാഗ്രഹമാ ജീവിച്ചിരിക്കുമ്പോൾ നന്മ ലഭിക്കാം. സ്തോത്രം. എല്ലാവർക്കും ആഗ്രഹം. ഈ പെന്തിക്കോസിൽ വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നതാ, ഇല്ലയോ? മിക്കവരും ആകാം. അതില് സിംഹഭാഗം ആൾക്കാരും മെറ്റീരിയലായ ഈ വിഷയങ്ങൾക്ക് വേണ്ടിയാ കൂടുതൽ ആൾക്കാരും വന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ പറയുമ്പോൾ അവർക്ക് ഉണർവുണ്ടാകുന്നത്. നിത്യതയെ പറ്റി പറഞ്ഞ ഉറങ്ങുന്നതാണ് ചിലര്. വേറെ പുസ്തകം പോലും തുറക്കുകയല്ല. സ്തോത്രം. എന്നാൽ നാടൻ ഭാഷ പറയാം, വണ്ടിയും വീടും വസ്തുവും കാറും കാശും ഒക്കെ കിട്ടുന്ന വിഷയങ്ങളെ പറഞ്ഞു വരുന്നത്. അന്നേരം വേറെ പുസ്തകം തുറക്കാൻ കണ്ണ് തെളിയുകയും ഇടയ്ക്കൊരു ഗ്ലോറി പറയുകയും ഒക്കുന്നെങ്കിൽ അടുത്തിരുന്നവന് ഒരു തട്ട് തട്ടി വെച്ച് ബലപ്പെടാൻ. ഈ മനുഷ്യന്റെ എല്ലാം പ്രകൃതി ഈ ലോകത്തിൽ എങ്ങനെയും നന്മ ലഭിക്കണം. കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചാൽ നന്മ ലഭിക്കുകയെന്നല്ല എന്റെ വാദം. അങ്ങനെ പുസ്തകവും പഠിപ്പിക്കുന്നില്ല. പുസ്തകം പഠിപ്പിക്കുന്നത് നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. വേറൊരു ഭാഗത്ത് ഉണ്ട്, നാം ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. സ്തോത്രം. യഹോവ നമുക്ക് നന്മ തരികയും അവൻ ദേശം വിളതരികയും ചെയ്യുമെന്ന്. എന്നാൽ സിംഹഭാഗം ആൾക്കാർക്കും നന്മ മാത്രം മതി. ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞ ഭൗതിക നന്മ, അതിനെ അവര് കൂടുതൽ ബന്ധപ്പെടുകയും പലരും ഉപവസിക്കുന്നതും ഈ ഭൗതിക നന്മയ്ക്ക് വേണ്ടിയാണ്. വണ്ടി മേടിക്കണം, വസ്തു മേടിക്കണം, വീട് വെക്കണം, കാറ് കിട്ടണം, ജോലി കിട്ടണം, സാലറി കൂട്ടി കിട്ടണം, വിദേശത്ത് പോകണം. അതിനാ കൂടുതൽ. ഒരു 90% ആൾക്കാർ ഇതിനായി പ്രാർത്ഥിക്കുന്നു. എനിക്ക് വല്ല ചാതി നിത്യത പോകണം, അഭിഷേകം പ്രാപിക്കണം, കൃപാവരം കിട്ടണം, ആത്മഭാരം ഉണ്ടാക്കണം. അതിനുവേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാര് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, വിരളമാണ്, വളരെ അങ്കുലീപരിതമാണ്. എന്നാൽ സിംഹമായ ആൾക്കാര് ഭൗതികമായ, മെറ്റീരിയലായ, ലൗകികമായ, ദൃശ്യമായ വിഷയങ്ങൾക്ക് വേണ്ടിയാ ബന്ധപ്പെടുന്നത്. സ്തോത്രം. എന്നാൽ ഇവിടെ 4-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. ഇതിന്റെ പശ്ചാത്തല ഭാഗം വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം. ഇസ്രായേലിന്റെ മധുര ഗായകനായ ദാവീദ്, അല്ലെങ്കിൽ 2ാമത്തെ രാജാവാകുന്ന ദാവീദ്. ആദ്യത്തെ രാജാവ് ബെന്യാമീൻ ഗോത്രത്തിൽ കീശിന്റെ മകൻ ശൗൽ. അവനെ നീക്കിയിട്ട് ദൈവം ദാവീദിനെ ബോധിച്ച പുരുഷനായി തെരഞ്ഞെടുത്തു. പുള്ളി നീങ്ങുകയല്ലായിരുന്നു, പിന്നെ പുള്ളി അങ്ങ് നീക്കിയതാ. ചില കസേര കയറിയാ പിന്നെ അവിടുന്ന് നീങ്ങുകയല്ല, ചത്ത് പിരിയണം. ഇപ്പോൾ ചില സഭയുടെ മേലധ്യക്ഷന്മാര് സ്വയമായിട്ട് മാറിക്കൊടുക്കുന്നുണ്ട്, അടുത്ത ആളിനെ കയറ്റുന്നുണ്ട്. എന്നാൽ ചിലര് അതിലിരുന്നോണ്ട് അങ്ങ് തീരുക, കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുകയാണ്. അപ്പൊ ഈ ശൗലിനെ ദൈവം നീക്കിയിട്ട് ദാവീദിനെ രാജാവായിട്ട് വാഴിച്ചു. ദാവീദ് രാജാവായ സന്ദർഭം മുതലാണ് ഇസ്രായേലിൽ അല്ലെങ്കിൽ യഹൂദാനോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾക്കെല്ലാം ഒരു ഓർഡർ വന്നു, എല്ലാം ഓർഡറാണ്. എന്നാൽ ശൗല് മരിക്കുന്നതിന് മുമ്പ് ദാവീദിനെ തൈലക്കൊമ്പിലെ തൈലം കൊണ്ട് അഭിഷേകമെല്ലാം ചെയ്തെങ്കിലും, ദാവീദ് അഭിഷേകം പ്രാപിച്ചെങ്കിൽ ശൗൽ ഈ പൊസിഷനിൽ ഇരിക്കുന്നത് കൊണ്ട് എന്നും പ്രശ്നമായിരുന്നു, എന്നും പ്രശ്നം. അതെല്ലാം ദൈവം പരിഹരിച്ചു. ഒടുവിൽ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തു. ദാവീദ് രാജാവായിട്ട് വാഴുന്ന കാലത്ത് തന്റെ മകനാകുന്ന ശലോമോന്, അബ്ശാലോമിന്, തന്റെ മകൻ അബ്ശാലോമിന് രാജാവാകണം, ഈ കസേര കയറണം, അധികാരം കൈയടക്കണം. ആ ഭാഗം വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം. അത് അപ്പനെ തട്ടിയിട്ടാന്തേലും കസേര കൈക്കലാക്കണം. അങ്ങനെ ആഗ്രഹമുള്ള ധാരാളം ആൾക്കാരുണ്ട്. അപ്പനെ കുത്തിക്കൊന്നേ ചാന്തേലും ആധാരം കൈക്കലാക്കണം. ഒറ്റ കുത്തിന് അപ്പനെ കൊന്നു. ആധാരവും ജ്യേഷ്ഠനും അനുജനും കൂടെ തമ്മിൽ വഴക്കുണ്ടാക്കി വെടിവെച്ച് കൊന്നല്ലോ, പേപ്പറിൽ വായിച്ചതല്ലേ. അത് ഈ വേദപുസ്തകം അംഗീകരിക്കുന്ന ആൾക്കാരാ, അവർക്കായി കൂടുതൽ ആർത്തി അല്ലേ. ഇതിലിരിക്കുന്നവർക്ക് കൂടുതൽ ആർത്തി. എത്ര കിട്ടിയിട്ടും മതി വരുന്നില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എത്ര കിട്ടിയിട്ടും
അങ്ങോട്ട് മതി വരുന്നില്ല. 1, 2, 3 വീടായിട്ടും അങ്ങോട്ട് ഒതുങ്ങുന്നില്ല, മതി വരുന്നില്ല. ഏക്കർ കണക്കിന് കിടക്കുക. എന്നിട്ട് പിന്നെയും കാറെ പോകുമ്പോ നോക്കുക, അച്ചായ നല്ല സ്ഥലമാണ് കേട്ടോ, ഏക്കർ കണക്കിന് വേറെ ഉണ്ട്, എസ്റ്റേറ്റ് വരെ ഉണ്ട്, എന്നാലും പോകുമ്പോ നല്ലത്. നമുക്ക് അതങ്ങ് വിറ്റേച്ച് ഇത് മേടിക്കുന്നതാ. ഇതിനെല്ലാം ദീനവും തെണ്ണവും പോക്കടിച്ചിരിക്കുക. ആഞ്ഞൊന്ന് ശ്വാസം വിടാൻ പോലും വയ്യ. എന്നാൽ അത് കണ്ടപ്പോ ഇളക്കം കണ്ടോ. ഞാൻ കുറ്റമായിട്ടല്ലേ പറഞ്ഞത്. ആർത്തി എത്ര കിട്ടിയിട്ടും അങ്ങോട്ട് മതി വരുന്നില്ല. മതി വരാത്ത ചിലതുണ്ടെന്ന് ആ പുസ്തകം പഠിപ്പിക്കുന്നത്. എന്തുവൊക്കെയാ മതി വരാത്തത്? പാതാളത്തിന് മതി വരുന്നില്ല. വന്ധ്യയുടെ ഗർഭപാത്രത്തിനും മതി വരുന്നില്ല. മതി വരാത്തതിനും എത്ര കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല. പണ്ട് പൂന്താനം എഴുതിയ ഒരു ഭാഗമുണ്ട്. അർത്ഥം എത്ര വളരെ ഉണ്ടാകലും തൃപ്തിയാകാ മനുഷ്യനൊരു കാലം, 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. അർത്ഥം പണം എത്ര കിട്ടിയിട്ടും മതി വരുന്നില്ല. എത്ര ബാങ്കിലാ ഫിക്സഡ് ഇട്ടേക്കുന്നത് എന്ന് നിങ്ങളുടെ കാര്യമല്ല. നിങ്ങൾ ഞാൻ കാറ്റ് പൈസ പോലില്ല, ഭാഷ ഞങ്ങളെ നോക്കി. ഇത് ലൈനിലുള്ള ആൾക്കാരുണ്ട്, കാഞ്ഞ വിത്തുകൾ ഇതിനകത്തുണ്ട്. അവരുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. നിങ്ങൾ മുഴുവൻ ദൂതും നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾ അവർക്കൂടെ കൊടുക്ക്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എടുക്കണം. ഓരോരുത്തരുണ്ടല്ലോ, അവർക്ക് ആവശ്യമുള്ളത് അവനങ്ങ് നമ്മൾ ഈ ബൊഫേ സിസ്റ്റം കണ്ടിട്ടില്ലേ? അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ ഇങ്ങനെ എല്ലാം നിരത്ത് വെച്ചിക്കാം. നമുക്ക് ആവശ്യമുള്ളത് അപ്പുറം പപ്പടം മറത്ത് വെച്ച്, കാരണം പ്രഷറുള്ള കുഞ്ഞുഞ്ഞിന് പപ്പടം വേണ്ട, പുള്ളി തൊടുകയില്ല. അപ്പം വണ്ണമുള്ള ചിന്നമ്മ കയറി വന്ന് ചിന്നമ്മ ബീഫ് ഒലത്ത് വെച്ചിരിക്കുന്നത് കണ്ടേച്ച് പോകുന്നല്ലാതെ ചിന്നയ്ക്ക് അതിൽ നിന്ന് ഒരു പീസ് പോലും, ചിന്നയ്ക്കപ്പുറം ഇരിപ്പുണ്ട് പാവയ്ക്കാത്തവരെ. ഇത് വെച്ചിരിക്കാൻ നമുക്ക് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇന്ന് അല്പസമയം പ്രസംഗിക്കുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എടുത്താൽ മതി. ഞാൻ ഈ പറഞ്ഞ ആവശ്യമുള്ളവരൊക്കെ പലയിടത്തും ഉണ്ട്, അത് അവരെടുത്തോളൂ. എന്തായാലും ഒരു കാര്യം, എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ല. 50 സാരി ഉണ്ട് കുഞ്ഞുഞ്ഞമ്മയ്ക്ക്, എന്നിട്ടും കൊതി മതി. നിങ്ങൾ ശ്രദ്ധിച്ചേ, 2 അലമാര നിറച്ചു കുഞ്ഞുഞ്ഞമ്മയുടെ സാരിയാണ്. എന്നിട്ട് പിന്നെയും പറഞ്ഞ അച്ഛാ നമുക്ക് ഒന്നുകൂടെ കരിക്കിനത്തിലൊന്ന്, ഇവിടെ കരിക്കിനത്തല്ല, ഇവിടെ എന്തുവാ പോത്തീസ്, പോത്തീസ് 5:30 ആയപ്പോ ചെന്നാ പോത്തീസിന്റെ വാതിക്കൽ. വൈകിട്ട് 8:30 ആയാൽ പോലും അവിടുന്ന് കയറ് കൊണ്ട് കെട്ടി വലിക്കുന്നത് പോലെ അവിടുന്ന് കൊണ്ടുവരുന്നത്. എന്നാ പറഞ്ഞ നമുക്ക് പോയേക്കാം, നാളെ ഒന്നുകൂടെ വരണമെന്ന്. എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ലല്ലോ. സ്തോത്രം, സ്തോത്രം. അല്ല, പൂന്താനം കൊടുത്തിരിക്കുന്ന വരിയ അർത്ഥം എത്ര വളരെ ഉണ്ടാകലും തൃപ്തിയാകാ മനുഷ്യനൊരു കാലം. 10 കിട്ടുകിൽ 100 മതിയെന്ന്. 10 രൂപ കിട്ടിയാൽ പറഞ്ഞ് 10 ഇനി 100 ശതമാകിൽ സഹസ്രം. 100 കിട്ടിയാൽ പറയും 1000 വേണമെന്ന്. അപ്പൊ എത്ര കിട്ടിയിട്ടും അങ്ങോട്ട് മതി വരുന്നില്ല. മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാണ്. എന്നാൽ വേറെ പുസ്തകത്തിന്റെ പ്രമാണം പറയാം, ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ ഒന്നും നാമികെ കൊണ്ടുവന്നില്ല, ഒന്നും കൂടാതെ പോകും. ഒന്നും നാമികെ കൊണ്ടുവന്നില്ല, ഒന്നും കൂടാതെ പോകും. സമ്പാദിച്ചതു പിന്നിൽ തള്ളണ നമ്പിക്കൂടല്ലേ ലോകം. സമ്പാദിച്ചതു പിന്നിൽ തള്ളണം നമ്പിക്കൂടല്ലേ. ഒരിക്കലേവനും മരിക്കും നിർണയ ഒരു എല്ലാവരും ഒരിക്കലേവനും മരിക്കും നിർണയ ഒരു എല്ലാവരും ശിശുവും മരിക്കുന്നില്ലയോ ലോകേ.
കഥ പോലെ വേച്ച നീഴലിൽ നടന്നുതങ്ങൾ നാൾ കഴിക്കുന്ന കഥ പോലെ ഒരിക്കലേവനും മരിക്കും നിർണയം ഓരോന്നെല്ലാവരും മരിപ്പാ. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവകുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, വിശേഷിച്ച് പെന്തിക്കോസുകാരോട്, ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ പിന്നെ നിന്റെ ആവശ്യങ്ങളൊക്കെ നടത്തി തരാൻ ദൈവം വിശ്വസ്തനാണ്. കർത്താവിനറിയാൻ നമുക്ക് എന്തെല്ലാം ആവശ്യം ഉണ്ടെന്ന്. നമുക്ക് ആവശ്യമുള്ളത് സ്തോത്രത്തോടെ അറിയിച്ചോണം. അത് ദൈവത്തിന്റെ ടൈം ആയെങ്കിൽ അതെല്ലാം ദൈവം ചെയ്തോളും. അതിനായി കടന്ന് ബന്ധപ്പെടുകയും വെപ്രാളപ്പെടുകയും പരവേശം എടുക്കുകയും തെക്കും വടക്ക് ഓടുകയും അത് പാടില്ല. നിന്റെ ആവശ്യങ്ങൾ ദൈവത്തിനറിയാം. അപ്പൊ മനുഷ്യനെല്ലാം എത്ര കിട്ടിയിട്ടും അങ്ങോട്ട് മതി വരുന്നില്ല, ആർത്തിയ. അപ്പൊ ഈ അബ്ശാലോമിന് കസേര കിട്ടണ, അധികാരം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും. അങ്ങനെയുള്ള സ്വന്തം സഹോദരനെ കൊലയ്ക്ക് കൊടുക്കും, അപ്പനെ അമ്മയെ ഉപേക്ഷിക്കും. ഞാൻ പ്രായമുള്ള മാതാപിതാക്കളോട് പറയുന്നുണ്ട്, പിള്ളേരുടെ പേര് വസ്തു ഒന്നും എഴുതി കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ അവസാനം കൊച്ചുങ്ങൾ ഇത് കൊണ്ടുപോകും, നിന്നെ വൃദ്ധസദനത്തിലിടും. എത്ര എണ്ണ ഇപ്പൊ കിടക്കുന്നത്? ഇഷ്ടം പോലെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അച്ഛനും മക്കളുണ്ടോ? ഉണ്ടല്ലോ. അലോഗ്യം ഉണ്ടാക്കാൻ പറഞ്ഞ കേട്ടോ അമ്മേ, കൊടുക്കരുത്, എഴുതി കൊടുക്കരുത്. പിള്ളേർക്കുള്ളതാ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ അതിനു മുമ്പ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ എഴുതുമ്പോൾ ഇങ്ങനെ നേരത്തെ ക്രമപ്പെടുത്തണം. അത് നല്ലൊരു വെണ്ടറിനെ വിളിച്ച്, വിവരമുള്ള ഒരാളെയും കൂടെ വിളിച്ചേച്ച് പറയണം, എന്റെയും അവളുടെയും കാലശേഷം. അങ്ങനെ വെക്കാവുള്ളൂ. അതിനിടയ്ക്ക് പിള്ളേർ എന്തെങ്കിലും വൃത്തികേട് കാണിച്ചാൽ ഞങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാൻ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു അമ്മയോട് പറഞ്ഞു കൊടുത്തു, ഒരല്പം വസ്തുവും വീടുമുണ്ട്, എന്നാ ചെയ്യണം? ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാം. പിള്ളേർ നോക്കുന്നില്ലെങ്കിൽ, അന്വേഷിക്കുന്നെങ്കിൽ, വരുന്നില്ലെങ്കിൽ, സഹകരിക്കുന്നില്ലെങ്കിൽ, യോജിക്കുന്നില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം ആ വസ്തുവും വീടും കൂടെ വിൽക്കണം. ഒറ്റയ്ക്ക് താമസിക്കണ്ട. വിറ്റേച്ച് ഞാൻ പറഞ്ഞു കൊടുത്ത ബുദ്ധിയാ. അത് തെറ്റോ ശരിയോ നിങ്ങളൂടെ കേൾക്കും. അപ്പം പിന്നെ നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറയാമല്ലോ. അത് ന്യായമായ വിലയ്ക്ക് നഷ്ടം വരാത്ത വിധത്തിൽ വിറ്റ് ആ കാശ് കൊണ്ട് അത്യാവശ്യമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കാൻ ബന്ധപ്പാട് ഉള്ളതാണെങ്കിൽ, ഇപ്പോഴത് ഈ ഫ്ലാറ്റ് സിസ്റ്റം ഉണ്ടല്ലോ വലിയ. അപ്പൊ അവിടെ ഇഷ്ടം പോലെ ഫാമിലി കാണും, വാച്ച്മാൻ കാണും. ചിലടത്ത് ഒരു ബെല്ലടിച്ചാൽ മതി, അന്നേരം ആള്. അപ്പൊ ഒരു 1 റൂം കിച്ചൺ അത് മതി. ഒന്ന് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. മേടിച്ച് ഒന്ന് പേരിലെടുത്തുകയോ അല്ലെ വാടകയ്ക്കോ എടുത്തേച്ച് ബാക്കി പൈസ ബാങ്കിലിടണം. ഞാൻ പറഞ്ഞു കൊടുത്ത ബുദ്ധിയാ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ മതി. ബാക്കി പൈസ ബാങ്കിലിടണം. ബാങ്കിലിട്ടേച്ച് അതെല്ലാം കൃത്യമായിരിക്കണം. എന്റെ മരണശേഷം 3 or 4 പിള്ളേരാണെങ്കിൽ ആ പിള്ളേർക്ക് കൃത്യമായിട്ട് പകുത്ത് വെച്ചേക്കണം. വേറെ കൃത്യം കാണിക്കരുത്. മൂത്ത മോക്ക് ഇച്ചിരി കൂടുതലും ഇളയ മോക്ക് ഇച്ചിരി കുറവും, നടുവത്തവന് ഒന്നും കൊടുക്കുന്നില്ല. കൊച്ചുങ്ങൾ നിന്നെ കണ്ടിക്കും, നിന്റെ ഫ്ലാറ്റും കത്തിക്കും നിന്നെ. കാരണം മിക്കത് കൊച്ചുങ്ങളും ഗുണപ്പെട്ടതല്ല. അപ്പൊ അതുകൊണ്ട് ഉള്ള തുക കാലശേഷം കൃത്യമായിട്ട് മൂത്തവനും ഇളയവനും നടുവത്തവനും ഇളയ മോക്കും എല്ലാം കൃത്യമായിരിക്കണം. അത് കാലശേഷം. പിന്നെ ഞാനൊരു ബുദ്ധിയും കൂടെ പറഞ്ഞു കൊടുത്തു. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, പിന്നെ കർത്താവിന്റെ വരവിന് മുമ്പ് അമ്മ ദൈവസന്നിധി ചേർക്കപ്പെടുകയാണെങ്കിൽ, ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ നിലയനുസരിച്ചും രീതി അനുസരിച്ച് ശവസംസ്കാരത്തിന് ചെലവുണ്ടല്ലോ. പെട്ടിക്ക് കാശ് ചിലപ്പോൾ ഒരു പണ്ണോ പഴവോ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചിലയിടങ്ങളിൽ ദൈവദാസന്മാരെ വിളിക്കുമ്പോൾ ചിലർ മേടിക്കത്തില്ല. പക്ഷെ ഇപ്പം വെറുതെ ഒന്നും അങ്ങനെ വണ്ടിയൊന്നും ഓടി വരികയല്ല. അപ്പം ചിലർ മേടിക്കത്തില്ല. ഞാൻ കഴിവിൻ്റെ പരമാവധി അങ്ങനെ മേടിക്കാറില്ല. എല്ലാവർക്കും അങ്ങനെ ചിലപ്പോൾ ഒത്തൊന്നും വരികയില്ല. ബന്ധപ്പാടുള്ളവർ കാണും. അപ്പം അവർക്ക് ചിലപ്പോൾ ഒരു വണ്ടിക്കൂലി കൊടുക്കേണ്ടതായിട്ട് വരും. ഉള്ളവർ കൊടുക്കട്ടെ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചെലവിനും ഞാൻ പറഞ്ഞു കൊടുത്തൊരു 2 ലക്ഷം രൂപ മാറ്റി ഇട്ടേക്കണം. കാരണം വീഡിയോ പിടിക്കണം. ഇപ്പൊ പാട്ടുകാരൊക്കെ കോൺട്രാക്ട് ബേസിൽ എടുക്കുന്നത് കൊണ്ട് ചെല്ലാണെങ്കിൽ നമ്മൾ അവിടെ പറഞ്ഞാൽ മതി, വണ്ടി, പാട്ട്, മൈക്ക് സെറ്റ്, ആംബുലൻസ്, വീഡിയോ എല്ലാം അവർ തന്നെ. നമ്മുടെ ജോസൊക്കെ അങ്ങനെ
ഈ എന്തുവാ അതുപോലെ അതാ. ഈ അടുത്ത കാലത്ത് ഞാൻ ജോസിനെ വിളിച്ച്, ജോസ് പറഞ്ഞു മുഴുവൻ ഞാൻ ഏറ്റെടുത്ത് പറഞ്ഞു, പെട്ടിയുടെ കളർ വരെ പറഞ്ഞു. അവസാനം പറഞ്ഞു ഇല്ല കയറില്ല അച്ഛാ, ഞാൻ കയറും കൊണ്ടുവന്നോളാന്ന് പറഞ്ഞു. കുടിയിലോട്ട് ഇറക്കാൻ നമ്മൾ കയറ് പിടിച്ച്, കയറ് വരെ ജോസ് കൊണ്ടുവന്നു. നമ്മുടെ കലയവരത്തെ ജോസ് കണ്ടമാനം തുകയും മേടിച്ചില്ല, ന്യായമായിട്ടാണ് ജോസ് മേടിച്ചത്. ഇനി എന്നോടായതുകൊണ്ടാണോ എന്നറിയത്തില്ല. അപ്പൊ അതിന് ചെലവില്ലേ? അപ്പൊ ഞാൻ ഈ അമ്മയോട് ബുദ്ധി പറഞ്ഞു കൊടുത്ത്, അപ്പൊ ഈ ഫിക്സഡ് ആയിട്ട് ഇടുന്നതിന്റെ ഒരു 2 ലക്ഷം രൂപ എങ്കിലും ഇപ്പോഴത്തെ രീതി അനുസരിച്ച് അത് അല്ല, പിന്നെ അടക്കത്തിന് പിള്ളേർ പിന്നെ അടി ഉണ്ടാക്കും. പെട്ടി നീ മേടിക്കടാ, ഞാൻ പൂ മേടിച്ചിട്ടുണ്ട്. ഉടനെ മോള് പറയാം ഞാൻ സ്ക്രാഫ് 15 രൂപയേ ഉള്ളൂ. ഇതിനൊക്കെ ബഹളം ഉണ്ടാക്കും. അപ്പൊ ഒരു അലോഗ്യോ ഉണ്ടാകണം, എല്ലാം കൃത്യം. അപ്പൊ ഞാൻ ബുദ്ധി പറഞ്ഞു തന്നത് കാലശേഷമെന്നേ വെക്കാവുള്ളൂ. ചിലപ്പോൾ പിള്ളേർ വന്ന് പറയും പപ്പ ലോൺ എടുക്കണം, പപ്പായുടെ പേര് ഇരുന്നാൽ ലോൺ കിട്ടുകയില്ല. പപ്പായ്ക്ക് ഇപ്പോൾ 78 അമ്മച്ചിക്ക് 76 ഉണ്ട്, നിങ്ങളുടെ പേര് വെച്ച ലോൺ ഞങ്ങളുടെ പേരിലോട്ട് തരികയാണെങ്കിൽ പെട്ടെന്ന് കൊടുക്കരുത്, ലോണൊന്നും എടുക്കണ്ട, കൊടുക്കരുത്. നീ വെട്ടിന് അവസാനം നിർബന്ധിച്ച് നിനക്ക് ചിലപ്പോൾ ചോക്ലേറ്റ് കൊണ്ട് തരും. കൊച്ചുങ്ങളെ അപ്പൊ നമുക്ക് ബീച്ച് വരുമെന്ന്, പപ്പ ഒത്തിരി നാളായില്ലോ ബീച്ച് പോയിട്ട്, ബർമുഡായിട്ടോ അമ്മച്ചി ആ മീഡിയം കൊണ്ടിട്ടോ, നമുക്ക് നിങ്ങളെ 2 പേര് വീഗാലാൻഡിൽ കൊണ്ടുപോകാം. കുടലിനകത്തൂടെ തള്ള താഴോട്ട് വന്നപ്പോ വീഗാലാൻഡ് ഹോട്ടലിൽ കയറി ഭക്ഷണം കൊടുത്തേച്ച് പറഞ്ഞാൽ ഇവിടെ ടോപ്പ് ഇട്ടോളാൻ നല്ല കുശുകുശാന്ന് ഉപ്പ് വിട്ട്. അതോടെ പിള്ളേർ അതുമായിട്ട് പോയി, ഇതിനെ വിളിക്കുക പോലും ഇല്ല. ഞാൻ കുടുംബകലകം ഉണ്ടാക്കാൻ പറഞ്ഞതല്ല, കുടുംബകലകം വരാതിരിക്കാൻ പറഞ്ഞത്. മനുഷ്യനെല്ലാം സ്വാർത്ഥതയാ, എല്ലാവർക്കും സ്വന്തം കാര്യം. പണ്ട് കവി പറഞ്ഞല്ലോ, തന്റെ കാര്യമഖിലം നടക്കണം, തന്റെ ഭാര്യയും സുതനും സുഖിക്കണം, അന്യരൊക്കെയും കിന്നരായി തീരണം, തന്നെ വന്നു വണങ്ങിടണം ദിനം. എങ്ങനെയുണ്ട് ചിന്താഗതി? എന്റെ കാര്യം അഖിലം നടക്കാം, എന്റെ കാര്യം ഒന്നിനും മുടക്കമില്ലാതെ തന്റെ ഭാര്യയും സുതനും സുഖിക്കണം. അത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ ഭാര്യയും കൊച്ചും സുഖിക്കുന്നത് നല്ലതാണ്, അത് ന്യായമാണ്. അതുകൊണ്ട് തൃപ്തിപ്പെട്ടാ പോരെ. അടുത്ത വരി അന്യരൊക്കെയും കിന്നരായി തീരണം, ബാക്കി മുഴുവനെണ്ണവും കടന്ന് കുഴയണം. എന്നാ മാത്രമല്ല തന്നെ വന്ന് വണങ്ങിയിടണം ദിനം. സ്വാർത്ഥതയാ എല്ലാവർക്കും. അന്ത്യകാല ലക്ഷണത്തിന്റെ അല്ലേ മനുഷ്യൻ സ്വസ്നേഹികളാണ്. നമ്മുടെ കാര്യമെല്ലാം നന്നായിട്ട് നടക്കണം, മറ്റുള്ളവന്റെ നമുക്ക് വിഷയമല്ല. അവനൊരു നേരം ഭക്ഷണമില്ല, നിന്റെ വീട്ടിൽ വെക്കുന്ന കഞ്ഞിയുടെ ഒരു ഭാഗം കൊണ്ട് കൊടുക്കാൻ മനസ്സില്ല, അതുകൂടെ ഫ്രിഡ്ജിനകത്ത് കയറ്റുക, നാളെ വെക്കണ്ടല്ലോ. അതിലത്തെ വീട്ടിൽ ചിലപ്പോൾ ഭക്ഷണം കാണിക്കല്ല, അവർ മുളകുടച്ചതായിരിക്കും കഴിക്കുന്നത്. നിനക്ക് ചിലപ്പം എന്തെങ്കിലും മീൻ മേടിച്ച് കൂട്ടാൻ പറ്റെങ്കിൽ ഒന്ന് അന്വേഷിക്കണം അവിടെ കൂട്ടാനുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ മൊത്തമൊന്നും കൊടുക്കാനൊക്കത്തില്ല, എല്ലാവർക്കും കൊടുത്ത് തൃപ്തിപ്പെടുത്താനാക്കില്ല. വേണ്ടേ? ചെയ്യണം. എന്നാ ഞാൻ പ്രസംഗം അങ്ങ് നിർത്തിയേക്കാം, അതായിരിക്കും നല്ലത്. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. അയലത്ത് താമസിക്കുന്നവരെ ശ്രദ്ധിക്കണം. അല്ല മതിൽ പൊക്കി കെട്ടിയേച്ച് ആ വെന്റിലേഷനെ കൂടെ പമ്മി നോക്കുകയല്ല ചെയ്യേണ്ടത്. ആരാ അവിടെ? അവര് കണ്ടെന്ന് പറഞ്ഞോണ്ട് കട്ടുണ്ടാകും. അപ്പുറത്തെ വീട്ടിൽ അവർ കാണാതിരിക്കാൻ സിറ്റ് ഔട്ട് ഇരുന്നുകൊണ്ട് ലൈറ്റ് ഓഫ് ആക്കി, അപ്പൊ അവർ കാണത്തുമില്ല, നമുക്ക് കാണുകയും ചെയ്യാം. എങ്ങനെയുണ്ട് സൂത്രവിദ്യ? ഓരോരുത്തരും സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ഞാൻ വാഹനം ഓടിക്കുമ്പോഴൊക്കെ പലരോടും പറയാറുണ്ട്, ഒരാളിങ്ങോട്ട് വരും, നമ്മളങ്ങ് ക്ഷമിച്ചേക്കണം, ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അങ്ങ് ഒതുങ്ങി കൊടുത്തേക്കണം. എന്നാൽ നമ്മൾ അവൻ്റെ കട്ട നിൽക്കുക. അവൻ അപ്പുറത്തെ വണ്ടി നോക്കിയപ്പോൾ വെള്ളയിട്ട് 5 പേര് സത്യവേദ പുസ്തകം ഫ്രണ്ടിലും വെച്ചിട്ടുണ്ട്. അവൻ അന്തം വിട്ടുപോയി. സത്യവേദ പുസ്തകമായിട്ട് പോകുന്നവരാണ് കട്ട. എന്നിട്ട് ഇവിടെ വന്ന സബ്ജക്റ്റാ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്, ദീർഘക്ഷമ. വായിച്ചാട്ടെ.
നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ദൈവത്തെ നമ്മളൊന്ന് ക്ഷമിച്ചേ, ഒന്ന് ക്ഷമിച്ചേ. ഓരോരുത്തർ സ്വന്തം ഗുണമല്ല. അവൻ പാലത്തെളിഞ്ഞോട്ട് കയറാൻ വന്നപ്പോ നമ്മളും കയറി, നമ്മൾ ചവിട്ട് വിട്ട്. അവൻ കാ ഭാഗം വന്നു, നമ്മൾ മുക്കാ ഭാഗം ചവിട്ട് വിട്ടത് കൊണ്ട് മുക്കാലെത്തിയല്ല, അല്ലെ നമ്മളും കാലിലേ വരുവുള്ളൂ. ഉടനെ അവൻ ലൈറ്റ്, രാത്രിയാ ലൈറ്റ് കെടുത്ത് നമ്മൾ ഉടനെ ലൈറ്റ് വല്ല ഓഫ് ആക്കിയിട്ട് അനങ്ങാതെ കിടക്കുക. അവൻ ഇറങ്ങി വന്ന് നോക്കിയപ്പോ ഇന്നലെ കൺവെൻഷന് പ്രസംഗിച്ച പാസ്റ്ററാ, കൊള്ളാം. അവൻ കരമുയർത്തിയതാ, ഇനി ആരുണ്ടെന്ന് കടന്ന് കാറിയപ്പോ അവൻ തന്നെ അല്ല, ഞാൻ ന്യായമായ കാര്യം പറഞ്ഞതാ. സ്തോത്രം. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളത്. ഞാൻ ശിവപാസ്റ്റോട് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ കാര്യമൊക്കെ സംസാരിക്കും. നമ്മൾ അവനെ വെട്ടിച്ച് മുന്നിൽ കയറ്റി അവനെ ഒതുക്കി വാലുകൊണ്ടെന്ന് അടിക്കാൻ നോക്കിയേച്ച് നമ്മൾ ചെന്നപ്പം നമ്മളങ്ങ് മുന്നേ ചെന്ന് കൺവെൻഷന് ചെന്ന് സ്റ്റേജ് ഇരിക്കുമ്പം അവൻ പുറകെ വന്ന് ഫ്രണ്ട് ഇരിക്കുന്നു. കൺവെൻഷന് കൂടാൻ വന്നവനാ. അന്നത്തെ നമ്മുടെ സബ്ജക്റ്റാ ക്രിസ്തുവിന്റെ സ്വഭാവം. എങ്ങനുണ്ട്? ദൈവത്തിന് മഹത്വം. എല്ലാവരും വളരെ ശ്രദ്ധിച്ചോണം. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയാനേ. ദൈവത്തിന് മഹത്വം. ചിലപ്പോൾ നിനക്ക് നഷ്ടം വരും, നീ പോഷനായി തീരും. ചിലപ്പോൾ നിന്നെ എല്ലാവരും പഠിക്കും. പിള്ളേരും നാട്ടുകാരും ചാർച്ചക്കാരും ഒക്കെ പറയും ഞങ്ങളുടെ പപ്പായിക്ക് കഴിവില്ലെന്ന്. അങ്ങനെ ഇരുന്നോട്ടെ, അങ്ങനെയൊക്കെ പറയും. പപ്പായിക്ക് കഴിവില്ല. ചിലടത്ത് തള്ളയും കൂടെ പറയും. നിങ്ങൾക്ക് ഇപ്പോഴാണ് പിടികിട്ടിയത്? ഞാൻ കഴിഞ്ഞ 35 കൊല്ലമായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴേലും ബോധ്യപ്പെട്ടല്ലോ. ഞാൻ നിങ്ങളോട് കൊച്ചിലേ പറയുമ്പോൾ നിങ്ങളെല്ലാം പപ്പയുടെ സൈഡായിരുന്നല്ലോ. ഇപ്പൊ നിനക്ക് പിടികിട്ടിയല്ലോ കഴിവില്ലെന്ന്. അപ്പൊ കൊച്ചുങ്ങളെ മച്ചത്താക്കി. പുള്ളി തിന്നായിരുന്നു മോളിന്ന് വിളിച്ച അമ്മയും മക്കളും അകത്തുനിന്ന് മിണ്ടുകയല്ല. പുള്ളി ഇച്ചിരി ചൂടുവെള്ളത്തിനാണ് വിളിക്കുന്നത് മോളി വിളിച്ച് സൈ കിടമ്പോ അകത്തിരുന്ന് പിന്നെ കോളി ഉണ്ടാതിരിക്കും. ഇടി ഇച്ചിരി ചൂടുവെള്ളം. അതിന് എത്ര ചൂടുവെള്ളം? കഴിവില്ലല്ലോ. ആൾക്കാർ പറയാൻ കഴിവില്ലെന്ന്, മിടുക്കനല്ലെന്ന് പറയാം. അങ്ങനെ ഇരുന്നോട്ടെ. പക്ഷെ നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. നിന്നെ നല്ലതുപോലെ അറിയുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ കൈവിടുകയില്ല. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. ഇത് കൂടുതൽ എന്തോ വാക്യമാ. നിർമ്മല ഹൃദയന്മാർക്ക് ദൈവം അതാൽ നല്ലവനതിനില്ലൊരു വാദം. നിർമ്മല ഹൃദയന്മാർക്ക് ദൈവം അതാൽ നല്ലവനതിനില്ലൊരു വാദം. എന്നാൽ ദുർമതികൾ തൂക്കികളെ മേവുമതിലിടറിയ ഉള്ളം എന്നാൽ ദുർമതികൾ തൂക്കികളെ മേവുമതിലിടറിയ ഉള്ളം ഇഷ്ടമെല്ലാം സാധിച്ചിടുന്നില്ലേ. അവർ ഇഷ്ടമെല്ലാം സാധിച്ചിടുന്നില്ലേ. ഞാനോ കുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കഴുകിയതു വ്യർത്ഥ
വ്യർത്ഥം. ഞാനോ കുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കഴുകിയതു വ്യർത്ഥം, തീരെ വ്യർത്ഥം. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. നിർമ്മല മനസ്സാക്ഷിയോടെ, നിർമ്മല വിശ്വാസത്തോടെ, നിർമ്മലതയോടെ ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിനക്ക് നിന്റെ കുടുംബത്തിന് ദൈവം നല്ലവനാണ്. ഒരു ദോഷവും വരാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ സന്തതിക്ക് ദോഷം വരികയില്ല, നിനക്ക് ദോഷം വരികയില്ല. ആകാശമുള്ള കാലത്തോളം അവൻ നിന്റെ കുടുംബത്തിനും സന്തതിക്കും ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. അറിയാത്ത വഴിയും വാതിലും ദൈവം തുറന്നു തരും. എങ്ങനാ ഒരുക്കുന്നത്, എങ്ങനാ തുറക്കുന്നത് എനിക്ക് നിങ്ങൾക്കും അറിയാലോ. പക്ഷെ ദൈവത്തിന് 1000 വഴിയുണ്ട്. നീ പോകുന്നിടത്ത് ഒരു ദോഷവും നിനക്ക് വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓടിച്ചങ്ങ് നിർത്താം, അധികം പറയുന്നില്ല. ദൈവം പിന്നീട് ഒരിക്കലാകട്ടെ. അബ്ശാലോമിന് അധികാരം കിട്ടണം, അതിന് സൂത്രം ഒപ്പിച്ചതാണ്. ആ സൂത്രം ഒപ്പിക്കാൻ വേണ്ടി ദാവീദിനെ ഒത്തിരി ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു. അങ്ങനെ ദാവീദ് അബ്ശാലോമിനെ പേടിച്ച് ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനമായി 4-ാം സങ്കീർത്തനം. 3-ഉം 4-ഉം ഒക്കെ അന്നേരം പാടിയതാ. ആ 3-ാം സങ്കീർത്തനത്തിന്റെ ഗഡ്ഡിക്ക് കിടപ്പുണ്ട്. ദാവീദ് തന്റെ മകനാകുന്ന ഈ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനം എന്ന 3-ാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിൽ കിടക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം. ദാവീദ് തന്റെ മകനാകുന്ന ഈ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനം. ദൈവത്തിന് മഹത്വം. അപ്പൊ ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനമാണ് 3-ാം സങ്കീർത്തനവും 4-ാം സങ്കീർത്തനവും. ഞാനത് ഇങ്ങനെ പറയുന്നത്, ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല, പിന്നീട് ഒരു അവസരമാകട്ടെ. അബ്ശാലോമിനെ പേടിച്ച് ഓടുക. കൊട്ടാരം വിട്ടു, കിരീടം ഇല്ലാതായി, പൊൻചങ്കോൽ വേണ്ടെന്ന് വെച്ചു, കാല് ചെരുപ്പിടുന്നില്ല, തലയെല്ലാം കൂടെ മൂടിക്കൊണ്ട് വേദനയോടോടുക. എല്ലാം നഷ്ടപ്പെട്ടു. ഉണ്ടായിരുന്ന കസേരയും പോയി, ഉടുതുണിക്ക് മറുതുണിയില്ല, കിരീടവും പോയി, ചെങ്കോലും പോയി, അധികാരവും പോയി, പിന്നെ കൂടെ ഓടാൻ കുറെ പ്ലേത്തിരും കിളേത്തിരും ഇതുങ്ങളുമായിട്ടായി ഓടുന്നത്. പക്ഷേ ദാവീദിന്റെ ഒരു വിശേഷമാണ്, എല്ലാം നഷ്ടപ്പെട്ടവനായി, എന്റെ ഭാഷ പറഞ്ഞ പേപ്പട്ടി ഓടുമ്പോൾ ഓടുക. പക്ഷെ അങ്ങനെ ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനമാ 3-ഉം 4-ഉം എന്ന് പറഞ്ഞാൽ, ഓടിപ്പോയ സന്ദർഭത്തിലും പാട്ടും പ്രാർത്ഥനയും നിന്നില്ല. കസാരയില്ല, കിടപ്പാടമില്ല, കഴിക്കാനില്ല, വസ്ത്രമില്ല, ഉടുതുണിക്ക് മറുതുണിയില്ല, ഒന്നുമില്ല. പക്ഷെ ഒന്നുമില്ലെങ്കിലും ഓടിപ്പോയപ്പോൾ പാട്ടും പ്രാർത്ഥനയും നിന്നിട്ടില്ല. ഇനി ഒന്നുകൂടെ ഭാഗം പഠിച്ചാൽ, രാവിലെയും വൈകിട്ടും പാട്ടും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ഒരു നേരം മാത്രമല്ല, രാവിലെ വൈകിട്ട്. ഈ 3-ാം സങ്കീർത്തനം രാവിലെ പാടിയതും 4-ാം സങ്കീർത്തനം രാത്രി പാടിയതുമാണ്. 3-ാം സങ്കീർത്തനം രാവിലെ പാടിയതും 4-ാം സങ്കീർത്തനം രാത്രി. ഓടിപ്പോയ സന്ദർഭത്തിലാണ്. ആ 3-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം വായിച്ച ശിവ പാസ്റ്ററെ, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ. അപ്പൊ ഇതപ്പോ പാടിയതാ. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങിയിരിക്കാൻ. ഇപ്പം അപ്പൊ എപ്പോ പാടിയതാ? രാവിലെ പാടിയതാ. അപ്പൊ 3-ാം സങ്കീർത്തനം രാവിലെ പാടി, 4-ാം സങ്കീർത്തനം രാത്രി പാടി. 4-ന്റെ 8 ഉറങ്ങും. നീയല്ലോ, ഞാൻ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങും. അപ്പൊ ഇത് രാത്രി പാടിയതാ. അപ്പോൾ ഓടിപ്പോയ സന്ദർഭത്തിൽ 3-ാം സങ്കീർത്തനം രാവിലെ പാടി, 4-ാം സങ്കീർത്തനം രാത്രി പാടി. എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടവനായി ഓടിപ്പോയപ്പോഴും രാവിലെ വൈകിട്ട് പാട്ടും പ്രാർത്ഥനയുണ്ട്. നമ്മുടെ കുടുംബത്തിനകത്ത് രാവിലെ പാട്ട് പ്രാർത്ഥന ഉയരണം. ആരാധന കുടുംബത്തിനകത്ത് ഉയരണം. പ്രാർത്ഥന മുടങ്ങരുത്, ആരാധന മുടങ്ങരുത്, കൂട്ടായ്മ മുടങ്ങരുത്. മിക്ക വീട്ടിലും നല്ല തീറ്റ നടക്കുന്നുണ്ട്. പ്രാർത്ഥന
പൂണന്റെ തീറ്റി അങ്ങ് തിന്നും. കഴിക്കരുതെന്ന് ഞാൻ പറയത്തില്ല, കഴിച്ചോ. പക്ഷെ ദൈവസന്നിധി ഇരിക്കണ്ടേ? എന്നാൽ ചില വീടുകളിലുണ്ട്, അതിന്റെ അറിയാനുമുണ്ട്. ചിലടത്ത് പിന്നെ സന്ധ്യക്ക് ദൈവത്തെ ബോധിപ്പിക്കാനെങ്കിലും ചിലടത്ത് പിന്നെ രാവിലെ അങ്ങനത്തെ ഒരു സംഭവമേ ഫോണടി കേട്ടോണ്ടായിരുന്നേക്കുന്നത്. പിന്നെ അതുമായിട്ട് അങ്ങ് പോവുക, പിന്നെ അങ്ങ് തിരക്കായി. ഫോൺ അടുത്ത് വെച്ചോണ്ടല്ലേ കിടക്കുന്നേ. 8:30 വരെ കിടന്നങ്ങ് ഉറങ്ങി. 8:30 വരെ. 8:35 ആയപ്പം ബെല്ലടിക്കുന്നു. ആ കിടക്ക കിടന്നോണ്ടിങ്ങനെ, ഹലോ, ആണോ? ഞാൻ തമാശ പറഞ്ഞതല്ല. പിന്നെ പോക്ക് നേരെ മതിലിന്റെ അവിടോട്ട് പോയി. അത് നിൽക്കുന്ന കണ്ടി, നിങ്ങൾ കണ്ടിട്ടില്ലേ? പറഞ്ഞ നീ ഗുണമാകുകയല്ല. പണ്ട് CK ദാനിയേൽ അവർ പറഞ്ഞതുപോലെ ഗുണമാകുകയില്ല എന്ന് പ്രസ്താവിച്ചു കൊള്ളുന്നു. സ്തോത്രം. എന്റെ കുടുംബത്തിനകത്ത് രാവിലെയും വൈകിട്ട് പ്രാർത്ഥന ഉയരണം, ആരാധന ഉയരണം, ദൈവത്തെ സ്തുതിക്കണം. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകുമ്പോഴല്ല പാട്ടും പ്രാർത്ഥനയും. ഉടുതുണിക്ക് മറുതുണിയില്ല, കയറി കിടക്കാൻ ഇടമില്ല, കസേരയില്ല, അധികാരമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. പക്ഷെ ഒന്നുമില്ലാഞ്ഞ് ആ സന്ദർഭത്തിലും പാട്ടും പ്രാർത്ഥന നടക്കുന്നത് വീട്ടിലല്ല, മരുഭൂമിയിലാണ്. പെരക്കാത്തൊന്നുമല്ല പ്രാർത്ഥന. ദാവീദിന്റെ പ്രാർത്ഥന. അബ്ശാലോമിനെ പിടിച്ച് ഓടുക. കണ്ടവാടി സ്ഥലത്തും സ്തോത്രം പരിഹപുറത്തും കാട്ടാട്ടും പാറയിലും മരുഭൂമിയിലുമൊക്കെ ഇരുന്ന ഈ പാട്ടും പ്രാർത്ഥനയും രാവിലെ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ എന്തെല്ലാം സാഹചര്യങ്ങൾ? മൈക്ക് സെറ്റ് വേണം, സിസ്റ്റം നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യണം. സ്തോത്രം. പിന്നെ ലൈവ് നന്നായിട്ട് ക്ലിയർ ആയില്ലെങ്കിൽ ചില പ്രാർത്ഥിക്കുകയല്ല. പിന്നെ ചിലക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ മൈക്ക് വന്നേ. ഞാൻ ചിലടത്ത് കണ്ടിട്ടുണ്ട്, മൈക്ക് അല്ലെങ്കിൽ അവരിങ്ങനെ വെയിറ്റ് ചെയ്യുക. അച്ചായനും മൈക്കൊന്നും നോക്കില്ല, അച്ചായൻ അങ്ങ് പ്രാർത്ഥിക്കും, പിന്നെ കൈ കൊണ്ട് തിരികെ കൊടുക്കുകയായിരുന്നു. ഞാൻ ഇവിടുത്തെ കാര്യം ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്. ഞങ്ങളുടെ അവിടെയുണ്ട്, മൈക്കില്ലെങ്കിൽ പ്രാർത്ഥിക്കാന്ന് പറയാൻ പിന്നെ വെയിറ്റ് ചെയ്യുക, മൈക്ക് നോക്കി നിൽക്കുക. ജനിച്ചപ്പോൾ മുതൽ മൈക്കിനകത്തൂടല്ലേ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ഇതില്ലെങ്കിൽ അങ്ങോട്ട് വരികയല്ല. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത് അല്ല, നിങ്ങളെ മാത്രമല്ല, അല്ല എന്നെ കേൾക്കുന്നവരെ മാത്രമല്ല, ഞാൻ ഒന്നാം പ്രതി ഞാനാ. നമുക്ക് പ്രാർത്ഥനയ്ക്ക് എന്തെല്ലാം സാഹചര്യങ്ങൾ. സ്തോത്രം. ആളൊത്തിരി വേണം. ചിലക്ക് ആള് കണ്ടമാനം വന്നാലേ ശുശ്രൂഷ വെളിപ്പെടും. കാരണം 10,000 പേരുണ്ടെങ്കിൽ വിളിക്കാം മോളി മോളി മോളി. അപ്പൊ ഏതെങ്കിലും 2 മോളി കാണും. റീന റീന റീന, അത് 5-8 കാണും. ഇപ്പൊ ഇവിടെ 2 സഹോദരിമാരുള്ളൂ. ഞാൻ മോളി റീന എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ ആരുടെ കാര്യം കടന്ന് പറയാൻ. അസമം കാടടച്ചൊരു വെടി വെച്ചാൽ അപ്പൊ അവർക്ക് ഒത്തിരി ആള് വേണം. സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യണം. നമുക്ക് പ്രാർത്ഥന നടത്തണേ, പ്രാർത്ഥന വേണേ എന്തെല്ലാം. പക്ഷെ ദാവീദിനെ കണ്ടുപിടിച്ചേ, ഒരു സിസ്റ്റവും ഇല്ല, വീട് പോലുമില്ല, ഒരു മുറിയില്ല, ഒന്നുമില്ല. ഓടുക പേടിച്ച്. പക്ഷെ അങ്ങനെ ഓടിപ്പോയപ്പോൾ രാവിലെ വൈകിട്ടും പാട്ടും പ്രാർത്ഥനയുണ്ടായിരുന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. ബാക്കി ഭാഗം നമുക്ക് പിന്നീട് എന്തെങ്കിലും ചെയ്ത് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഇതിന്റെ ആകെ തുക ഇത്രേ ഉള്ളൂ. പാട്ടും പ്രാർത്ഥനയും കുറയരുത്, ആരാധന കുറയരുത്, പ്രാർത്ഥന കുറയരുത്. ദൈവസന്നിധി നെടുമ്പാട് വീണ് കരഞ്ഞ് പ്രാർത്ഥിക്ക്. നിനക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് കാലം മുഴുവൻ നീ കൈവിടാതെ കൺമണി പോലെ കാത്തു കാലം മുഴുവൻ നീ കൈവിടാതെ കൺമണി പോലെ കലങ്ങിയുള്ളവർ തീരും നേരം കലങ്ങിയുള്ളവർ അരികിൽ വന്നേ ആശ്വാസം
അതിശയമേ യേശുവിൻ സ്നേഹം ആനന്ദമേ അതിശയമേ യേശുവിൻ സ്നേഹം ആനന്ദമേ ആഴമുയരോ നീളം വീതി ആഴമുയരോ നീളം വീതി ആർക്കു ഗ്രഹിക്കാൻ പ്രേമം ആർക്കു ഗ്രഹിക്കാൻ മമ മണാള നിൻ പ്രേമത്താലേ മമ മണാള നിൻ പ്രേമത്താലേ ഓ നിറയുന്നേ ഉള്ള നിന്നേരാ നിറയുന്നേ ഉള്ള നിന്നേരാ മമ മണാള നിൻ പ്രേമത്താലേ മമ മണാള നിൻ പ്രേമത്താലേ ഓ നിറയുന്നേ ഉള്ള നിന്നേരാ നിറയുന്നേ ഉള്ള നിന്നേരാ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം, പ്രാർത്ഥിക്കാം.